Instagram നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്, ബട്ട് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ അങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന്. അതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഫീച്ചർ, നമ്മൾ പിള്ളേരായാലും പെമ്പിള്ളേരായാലും ആരുടെയെങ്കിലും ഒക്കെ പ്രൊഫൈലൊക്കെ എടുത്തിട്ട് സ്റ്റോക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ എടുത്ത് നോക്കുമല്ലേ. പ്രൊഫൈൽ പിക്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത്രയും നാൾ നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ഇങ്ങനെ സൂം ചെയ്ത് നോക്കി കാണും, പക്ഷേ വർക്കായി കാണൂല. എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ എടുത്തതിന് ശേഷം അതിനെ സൂം ചെയ്ത് നോക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ചില ഫോട്ടോസൊക്കെ നമുക്ക് എടുത്ത് നോക്കപ്പോൾ ഒന്ന് സൂം ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നും. അപ്പം അത് ഇൻസ്റ്റഗ്രാം നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടോയെന്ന് അറിയാമോ? അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേളിലായിട്ട് കുറേ ഉണ്ടകൾ കാണും, അതിനകത്ത് പാട്ടുകളിട്ട് വെറുപ്പിക്കും. അതുപോലെ തന്നെ ലൈക്ക് ഐ ആം ലോൺലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് വെറുപ്പിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ഇനി മുതൽ ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചാല മാർക്കറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാല മാർക്കറ്റിൽ നിൽക്കുകയാണെന്നുള്ളത് ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇനി നിങ്ങൾക്ക് വീഡിയോസും കൂടി നമ്മുടെ നോട്ട്സിൽ ആഡ് ചെയ്യാൻ പറ്റും. ഷോർട്ട് വീഡിയോസ്, വളരെ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഷോർട്സിൽ ആഡ് ചെയ്ത് ഓഡിയൻസുമായിട്ട് കുറച്ചുകൂടി എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അതായത് ഞാൻ ഈ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കാണത്ത് പോലുമില്ല, ഞാനത് ഉപയോഗിക്കാറുമില്ല, ഞാനത് ആരുടെ നോക്കാറുമില്ല. ഈ നോട്ട്സ് എന്ന ഫീച്ചർ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. പലരും ബ്രോഡ്കാസ്റ്റ് ചാനലിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഈ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ വരുന്ന മെസ്സേജിനെ ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം വേറെ ഏതെങ്കിലും ഭാഷയിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലോട്ടാക്കാൻ പറ്റും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ അകത്ത് ഫ്രഞ്ചാണ് വരുന്നത്, ഫ്രഞ്ചിലാണ് എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വക മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ഇനി മുതൽ നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെരി ഗുഡ് ഫീച്ചർ. നമ്മൾ ത്രെഡിൽ ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫീഡ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വരാറുണ്ട്. ത്രെഡ് എന്ന ആപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവരിട്ടിട്ടുള്ള ഏതെങ്കിലും നല്ല എൻഗേജിങ് ആയിട്ടുള്ള ത്രെഡ് നമുക്ക് പോസ്റ്റായിട്ട് കാണാൻ പറ്റും, വിച്ച് ഇസ് നൈസ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഇൻസ്റ്റഗ്രാമും കാണും. അതുപോലെ തന്നെ അതിനകത്ത് ഫോളോവേഴ്സ് കൂട്ടണമെന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും, ഇൻഫ്ലുവൻസർ ആവണമെന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫൈനലായിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. സോ ഒന്നാമത്തത് ഇൻ്ററാക്ഷൻ ആണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഫ്യൂവൽ. ഇൻ്ററാക്ഷൻ ആണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഫ്യൂവൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മിനിറ്റുള്ള ഒരു റീൽ ഇടാണ്, അല്ലെങ്കിൽ 1.5 മിനിറ്റുള്ള റീൽ ഇടാണ്. അതിൻ്റെ അകത്ത് എത്രത്തോളം ആളുകൾ എൻഗേജ് ചെയ്യുന്നു അത് ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ അഖില് ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഇട്ടു. അപ്പോൾ ആ റീൽ എൻ്റെ ഫീഡിൽ വന്നു, ഞാൻ ആ റീല് കണ്ടു, ഞാൻ എന്ത് ചെയ്തു, അതിനെ ലൈക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് കമൻറ്റ് വായിച്ചു. അതിനകത്ത് ഇട്ടിട്ടുള്ള കമൻറ്റുകൾക്ക് കുറച്ചെണ്ണത്തിന് ലൈക്ക് കൊടുത്തു. അതിൽ ആരെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്ലൈസ്, ഷോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിനെ ഞാൻ സേവ് ചെയ്തു, അതിനെ ഞാൻ ഷെയർ ചെയ്തു. ഏറ്റവും കൂടുതൽ ഇൻ്ററാക്ഷൻസ് കിട്ടുന്ന റീലുകൾക്കാണ് മുൻഗണന. അപ്പോൾ നിങ്ങളുടെ റീലിന് നല്ല ഇൻ്ററാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റീലിനെ പ്രൊമോട്ട് ചെയ്തോളും, മറ്റാളുകളുടെ ഫീഡിലേക്ക് കൊണ്ടുവരും. ആൻഡ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം വെച്ചാൽ, നമ്മളൊരു റീൽ ഇട്ടു, ആ റീല് ഒന്നോ അതിൽ കൂടുതലോ ആയിട്ട്, അതായത് 1, 2, 3 തവണയായിട്ട് ഒരാളുടെ ഫീഡിൽ വീണ്ടും വീണ്ടും വരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റും ഭയങ്കര റെയറുമാണ്. അതിന് അത്രത്തോളം എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കണം. എൻഗേജ്മെൻറ്റ് ഈസ് ദ കീ. രണ്ടാമത്തെ മേജറായിട്ടുള്ള കാര്യം, എങ്ങനെയൊക്കെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ആ ഒരു യൂസർ ഇൻ്ററാക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ അഖിൽ ഇട്ട റീൽ ഞാൻ കണ്ടല്ലോ, ലൈക്ക് ചെയ്തു, അതിനകത്ത് കുറേ ഇൻ്ററാക്ട് ചെയ്തു. അതിനുശേഷം അഖിലിൻ്റെ പ്രൊഫൈൽ എടുത്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അഖിലിൻ്റെ ബയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, അഖിലിൻ്റെ ബാക്കിയുള്ള ഫോട്ടോസ് നോക്കുന്നുണ്ടോ, അഖിലിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോട്ടോസ് ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ടോ. ഇങ്ങനെയുള്ള എൻഗേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് എത്രത്തോളം ആളുകൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എൻ്റെ റീലായാലും അല്ലെങ്കിൽ അഖിലിൻ്റെ റീലായാലും എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നത്. ഫൈനലായിട്ട് നോക്കുമ്പോൾ ലൈക്ക് റേഷ്യോ, അതായത് ഒരു അക്കൗണ്ടിൽ 50 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, 50 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് 30 എണ്ണത്തിന് മേളിൽ നല്ല ലൈക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അക്കൗണ്ട് പ്രൊമോട്ട് ആവും, ഉറപ്പായിട്ടും ആവും. നമ്മുടെ അക്കൗണ്ടിൽ 50 റീലുകളുണ്ട്, എന്നാൽ അതിനകത്ത് 2 റീലുകൾ മാത്രമേ നല്ല എൻഗേജ്മെൻറ്റ്, നല്ല വ്യൂവും നല്ല ലൈക്കും കിട്ടിയുള്ളൂ, ബാക്കിയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഉറപ്പായിട്ടും ഇൻസ്റ്റഗ്രാം പ്രൊമോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പലരുടെ ഫീൽഡിലോട്ട് കൊണ്ടുകൊടുക്കില്ല. അതിനായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എൻഗേജ്മെൻ്റ് ഉള്ള വീഡിയോസ് ഉണ്ടാക്കണം. ഓക്കെ, ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ അവർ കണ്ടിരിക്കണം. അത് തന്നെയാണ് കീ ആയിട്ടുള്ള ഫീച്ചർ, അതായത് കീ ആയിട്ടുള്ള അൽഗോരിതം ഹാക്ക്. ഇപ്പോൾ അഖിലിൻ്റെ വീഡിയോ 1.5 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഹിറ്റ്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വളരാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ്, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. അടുത്തൊരു വീഡിയോയിൽ ഇതേപോലുള്ള ടെക് കണ്ടൻറ്റുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ, ലവ് യു.